ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ആദമോൻ എണീറ്റ് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദമോനെ കൊണ്ട് ഇന്ന് ശരിയാവത്തില്ല. കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്കിവിടെ മഴയാണ് കേട്ടോ. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? നമുക്ക് ഇങ്ങോട്ട് നല്ല മഴയാണ്. പിന്നെ തലവേദനയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ച് തലവേദനയൊക്കെ പോയി. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാമോ? ഒരുപാട് പേര് ഞാൻ ലൈവിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താണ് ലൈവ് ഇല്ലാത്തത്? ചേച്ചീൻ്റെ ലൈവിൻ്റെ സമയം എപ്പോഴാണ്? ചേച്ചി എന്താണ് ലൈവ് നിർത്തിയത്? എന്താണ് കാരണം? ചേച്ചിക്ക് സ്ട്രൈക്ക് കിട്ടിയോ? ലൈവ് സ്ട്രൈക്ക് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഏത് ലൈവിൽ പോയാലും, ഞാൻ ഒരുപാട് ലൈവിലൊന്നും പോകാറില്ല, 1-2 ലൈവിലേ പോകാറുള്ളൂ. അപ്പം എല്ലാവരുടെയും ചോദ്യമാണ്, ചേച്ചി എന്താ ചേച്ചി ലൈവ് ഇടാത്തത്? ചേച്ചിക്ക് എന്ത് പറ്റി എന്നൊക്കെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ്. അപ്പം അവിടുന്ന് നമുക്ക് ഒത്തിരി അങ്ങ് എഴുതി പറഞ്ഞു വിടാൻ പറ്റിയല്ലോ. ഞാൻ വിചാരിച്ചു എന്നാൽ അതിനൊരു മറുപടി ആയിട്ട് ഇന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈവ് ഇടാത്തതിന് ഒരു 3-4 കാരണങ്ങളുണ്ട് കേട്ടോ. 3-4 കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കാരണമാണ് എനിക്ക് ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് ലൈവ് ഇടുമ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവരും കാണുന്നതാണ്. ഞാൻ ലൈവ് ഇടുമ്പം നമ്മുടെ ആദമോനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആദമോനെയും കൊണ്ട് വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ ലൈവിനകത്ത്. അവൻ്റെ വർത്താനം, മോൻ്റെ വർത്താനമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതുകൂടി ഭയങ്കര ഒച്ചപ്പാടാണ്. ചാടി നിലത്തിറങ്ങും, പിന്നെ വീണ്ടും മടിയിലേക്ക് കയറണം. അപ്പം അങ്ങനെ ആയി കഴിയുമ്പം എൻ്റെ നടുവിനെ നന്നായിട്ട് അത് ബാധിക്കുന്നുണ്ട്. നടുവേദന, മോനെ കൊണ്ട് ഇരുന്ന് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പം നല്ല നടുവേദനയുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമേ നമുക്ക് മോണിറ്റേഷൻ ഓണാണെങ്കിൽ ലൈവ് ഇട്ടേ പറ്റുള്ളൂ. ഞാൻ 1K കഴിഞ്ഞേ പിന്നെയാണ്, 1K സബ്സ്ക്രൈബ് കഴിഞ്ഞേ പിന്നെയാണ് ലൈവ് തുടങ്ങിയത് കേട്ടോ. ഈ ലൈവിൻ്റെ കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു. 1K കഴിഞ്ഞേ പിന്നെയാണ് ലൈവ് തുടങ്ങിയത്. ഇങ്ങനെ ഒരു രാവിലെ ലൈവ് ഇടും, ഉച്ചയ്ക്ക് ലൈവ് ഇടും, രാത്രി ലൈവ് ഇടും. 3 പ്രാവശ്യം ലൈവൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മോണിയാക്കിയത്. നമ്മുടെ ചാനൽ മോണിയായത് ഒരു ദിവസം 3 പ്രാവശ്യമൊക്കെ മോണിയായിട്ടാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അതിനകത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം കൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ നടുവിന് നന്നായിട്ട് പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നടുവിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കിനി ആദൂട്ടീനെ എടുത്തുകൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റിയില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എനിക്ക് പോകും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അത് ലൈവ് ഒന്ന് നിർത്തി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് ഇടാത്തത്. നടുവിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു കാരണം അതാണ്, ലൈവ് ഇടാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ഞാൻ ലൈവ് ഇട്ട് കൂടുതലായിട്ട് ലൈവിനകത്തേക്ക് ഇരുന്നൊക്കെ കഴിയുമ്പം കുഞ്ഞിന് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ മാത്രമേ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് പറ്റത്തുള്ളൂ. ഫുഡ് കൊടുക്കണം. രാവിലെ ഞാൻ മോനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് ഇവിടുന്ന് 9:30 പോകും. 9:30 ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മോന് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാൻ വരുമ്പോൾ ഇവിടെ 1 മണിയാണ് സമയം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ തെറാപ്പിക്കും പോട്ടെ ലൈവിനൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ തെറാപ്പിസ്റ്റും ഒക്കെ വന്നു, എല്ലാം സെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എനിക്ക് ലൈവ് എന്ന് പറഞ്ഞൊരു സമയം മാറ്റി വയ്ക്കാൻ, രാത്രി വേണേൽ ഇടാം, രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഇടാം. പക്ഷെ അന്നേരം ഉറക്കം ഒഴിക്കുമ്പോൾ അതും തലവേദന നന്നായിട്ടുണ്ട്. എനിക്കൊന്ന് ഫോണിലിങ്ങനെ ഒരുപാട് നേരം നോക്കുമ്പോഴത്തേക്കും തലയ്ക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുവാണ്. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടുവേദനയും തലവേദനയും ഒക്കെയാണ്. എനിക്ക് ഒരുപാട് സമയം, അതുപോലെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാലറിയാം, മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഷോർട്സും വീഡിയോ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയും കയറ്റിക്കൊണ്ട് പോകണം. ചാനൽ എങ്ങനെയും നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, എൻ്റെ കൂട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുകയുള്ളൂ. ഷോർട്സ് ഇടുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല സബ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് സബ് വരുന്നുണ്ട്. മോൻ്റെ ഷോർട്സൊക്കെ ഞാൻ ലൈവ് നിർത്തിയ പിന്നെയാണ് എനിക്ക് നല്ല രീതിക്ക് കയറി പോകുന്നുണ്ട്. വീഡിയോ വലിയ കാര്യമായിട്ട് കയറി പോകുന്നില്ലെങ്കിലും പയ്യെ അത് കയറി പോകുന്നുള്ളൊരു വിശ്വാസമാണ്. ലൈവിന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ സമയം ചിലവാക്കുന്ന സമയം ഉണ്ടെങ്കിൽ എനിക്കൊരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഈ ലൈവിനകത്ത് വലിയ കാര്യമായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, സബ്സ്ക്രൈബ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാം, അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ കൂട്ടുകാരോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഹെൽത്ത് പരമായിട്ട് ഭയങ്കര വിഷയമാവുകയാണ് ലൈവ് ഇടുമ്പോൾ. അതുകൊണ്ടാണ്
ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടും സന്തോഷമായിട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരും കേട്ടോ, ഇടയ്ക്ക് ഞാൻ വരും. ഫുള്ളായിട്ട് ലൈവ് നിർത്തി എന്ന് പറയുന്നില്ല, ഇടയ്ക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാനും നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കാനും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടായിരിക്കും ഞാൻ ലൈവിൽ വരുന്നത്. വന്ന് അങ്ങനെ ഇടയ്ക്ക് വന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണമാണ്. പിന്നെ നമ്മുടെ സമ്മാനം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് കിട്ടിയേക്കുന്ന ചിത്രയാണ്. ചിത്രേൻ്റെ നമ്പർ എൻ്റെ അടുത്തില്ല, നമ്പർ പോയി. അപ്പോൾ നമ്മുടെ സിജോ ബ്രോയാണ്, സിജോയ്ക്കും ഉണ്ട്, നമ്മുടെ ബീന ചേച്ചിക്കും ഉണ്ട്. അപ്പോൾ ബീന ചേച്ചി നമുക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. സിജോ ബ്രോ പറഞ്ഞു സിജോ ബ്രോയ്ക്ക് സമ്മാനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ബർത്ത്ഡേ ആവട്ടെ, ഞാനത് അയച്ചു തരാം. നമ്മുടെ സിജോ ബ്രോയാണ്. അങ്ങനെ 3 പേർക്കാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വാക്ക് പാലിക്കും. 3 പേർക്കും അയച്ചു കൊടുക്കും. അത് കൊടുത്തിട്ടുണ്ട്. ബീന ചേച്ചിക്കും സിജോ ബ്രോയ്ക്കും ചിത്രയ്ക്കും അത് ഞാൻ അയച്ചു കൊടുക്കും. ചിത്ര പിന്നെ വയനാട്ടുകാരി ആയതുകൊണ്ട് ജനുവരി വീട്ടിൽ പോകുമ്പോൾ കാണാം. അപ്പോൾ ചിത്രയ്ക്ക് മിക്കവാറും നേരിട്ടായിരിക്കും കൊടുക്കുന്നത്, അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ വയനാട്ടുകാരാണല്ലോ, അതുകൊണ്ട് ചിത്രയ്ക്ക് നേരിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം ആ സമ്മാനം അതങ്ങനെ കൊടുക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ 7 മണിക്കൊക്കെ ലൈവ് ഇടാൻ വരുമ്പോൾ എൻ്റെ മാളുപൂച്ചി പഠിക്കുന്ന സമയമായിരിക്കും, മോളസ് പഠിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതിനകത്ത് കയറി കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിയുമ്പോൾ മാളൂസിന് പഠിക്കാനും ഒരു ബുദ്ധിമുട്ടാവും. അതാണ് എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി ലൈവ് ഇട്, നിങ്ങൾ ടുഗദർ കയറിക്കോളാം എന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് ലൈവ് കയറിയിട്ടുണ്ടെങ്കിൽ നടുവിന് പ്രശ്നമുള്ളത് കൊണ്ടാണ്. ചേച്ചി ലൈവ് ഇട്ടിട്ട് പോയാൽ മതി, ഞങ്ങൾ ഇരുന്ന് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു മോശമല്ലേ, ഞാൻ അങ്ങനെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് പോകുന്നതൊക്കെ. എല്ലാവരും നമ്മളെ കാണാനായിട്ടൊക്കെ വരുമ്പം ഞാനങ്ങനെ ചെയ്യുന്നൊരു മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ച വീഡിയോസ് ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ കയറി പോകില്ല എന്നൊക്കെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആദ്യമൂൻ്റെ എല്ലാ ഷോർട്സും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടും നല്ല രീതിക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ ലൈവ് ഇടാതിരിക്കുന്നത് അവരെ പേടിച്ചിട്ടാണ്, വെറുതെയാണ്. എപ്പോൾ വേണേലും ലൈവിൽ എനിക്ക് വരാം, പക്ഷേ എനിക്ക് സമയമില്ലാത്ത ഒരു പ്രശ്നം കൊണ്ടാണ്. ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിച്ചാണ് മോണിയൊക്കെ ഓണായി കഴിയുമ്പോൾ ലൈവ് കുറച്ച് നിർത്തണമെന്ന് ഞാൻ മനസ്സിൽ ആദ്യമേ ചിന്തിച്ച കാര്യമാണ്. വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല. നമ്മുടെ സാഹചര്യം കൊണ്ട് എനിക്ക് നല്ല വീഡിയോ ആയിട്ടൊന്നും വരാൻ പറ്റുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ സാഹചര്യത്തിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ, ആദ്യമോൻ്റെ വിശേഷങ്ങളോ, ആദ്യമോൻ്റെ ഫിസിയോതെറാപ്പി സെൻ്ററിലെ വിശേഷങ്ങളോ, നമ്മുടെ കുടുംബത്തിലെ വിശേഷങ്ങളോ, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് ഞാൻ വരും. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈവ് വേണമെന്ന് തന്നെ ഇല്ലല്ലോ. അല്ലാതെ എല്ലാ കൂട്ടുകാർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഒന്നുമില്ലാതിരുന്ന നമ്മളെ ഇത്രയും പേര് അറിയാൻ തുടങ്ങിയത്. ഒരുപാട് പേര് വിളിച്ച് മോൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. മോന് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോകണോ ചേച്ചി, വേറെ ഹോസ്പിറ്റലിൽ നോക്കണോ ചേച്ചി എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ വിളിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസം ഇനി ഷോർട്സ് ഇട്ടില്ലേ തന്നെ എന്താ ചേച്ചി ഇടാത്തത്, എന്ത് പറ്റി, പിന്നെ ആദൂട്ടിയുടെ മോന്ത പാടിയിരുന്ന എന്താ കുഞ്ഞാവയ്ക്കൊരു സുഖമില്ലാത്ത പോലെ. അപ്പം നമുക്ക് എന്ത് വയ്യായ്ക വന്നിട്ടുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാനൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് പേരായി. ഈ വീടിൻ്റെ ഉള്ളിൽ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്ന ഞാനാണ്. അപ്പോൾ നമ്മളെ അറിയാനും നമ്മുടെ വിശേഷം തിരക്കാനും എല്ലാം ഒരുപാട് പേരായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്നറിയാമോ? എല്ലാവരുടെയും സംശയമാണ് എന്തുകൊണ്ട് ലൈവ് വരുന്നില്ല എന്ന്. ഇപ്പോൾ ലൈവ് വരാത്തതിൻ്റെ കാരണമാണ് പറഞ്ഞത്. എനിക്ക് ഹെൽത്ത് പരമായിട്ട് നടുവിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, വേദനയാണ്. നടുവേദന വന്നു കഴിയുമ്പോൾ കാലും കൈയും വേദന. പിറ്റേത് നമ്മുടെ കുഞ്ഞുവാവേനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പിന്നെ അവൻ്റെ കൂടെ ലൈവ് കയറി കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് സമയം അങ്ങ് ചിലവഴിക്കാൻ പറ്റുന്നില്ല. അതുകൂട്ടി ഞാനുമായിട്ടുള്ള കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞായിട്ടുള്ള മോനെ കളിപ്പീരും മോൻ്റെ കുഞ്ചിലും അതെനിക്ക് ലൈവ് കയറി കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഒന്നിനും സമയമില്ല. ലൈവ് കയറി കഴിയുമ്പം പിന്നെ ഒരുപാട് പണിയുണ്ടാവും, അതിൻ്റെ പുറകെയുള്ള ഓട്ടമാണ്. അപ്പോൾ എനിക്കത് പറ്റുന്നില്ല. മോനോട് വർത്താനം പറയാനും മോനോട് കൂട്ടുകൂടാനും ഒന്നിനും എനിക്ക് സമയം തികയുന്നില്ല. അതൊക്കെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമാണ്. നമ്മൾ അത്രയും നാളും കുഞ്ഞായിട്ട് കളിച്ച് ചിരിച്ചെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് മക്കളായിട്ട്, കുഞ്ഞായിട്ടല്ല മക്കളായിട്ട്, അപ്പോൾ മക്കൾ തന്നെ പറയും അമ്മയ്ക്ക് ലൈവ് കയറുന്നത് പിന്നെ ഞങ്ങളോട് മിണ്ടാൻ സമയമില്ലാന്ന് മക്കൾ തന്നെ പറയും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ്. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് ഇരിക്കണം, മക്കളോട് കുറേ നേരം വർത്താനം പറയണം, അവർക്ക് അവരുടെ ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പെറുക്കി കൊടുക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്, അവരുടെ കാര്യമാണ് എനിക്ക് ഫസ്റ്റ്. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ഷോർട്സ് തന്നെ എടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഓടി വന്നൊരു ഷോർട്സ് എടുത്തിട്ട് ഇടുന്നത്.
അപ്പോൾ ഇനി വരുന്ന ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കൂടിയിട്ടുള്ളതായിരിക്കും. വീട്ടിൽ വയനാട്ടിൽ പോയിട്ടുള്ളതായിരിക്കും. വയനാട്ടിൽ പോയിട്ട് 2 ലൈവ് വരും. ഒന്ന് എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ലൈവ് വരും, ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടുള്ള ലൈവായിരിക്കും വരുന്നത്. അത് അടിച്ച് പൊളിച്ചൊരു ലൈവായിരിക്കും. എന്നിട്ടേ ഇനി ഞാൻ ലൈവ് ഇടുള്ളൂ. എനിക്ക് വയനാട്ടിൽ കാല് കുത്താൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വയനാട്ടിൽ കാല് കുത്താൻ പറ്റുമോ, ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതായിട്ട് ഞാൻ അടിച്ച് പൊളിച്ചൊരു ലൈവ് വരുന്നതായിരിക്കും. അതുവരെ കൂട്ടുകാരെല്ലാം എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം, എനിക്ക് നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമോനെയും മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും ക്ഷമിക്കണം. ലൈവ് പൂർണ്ണമായിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. ഇപ്പം ഒരു ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് ലൈവ് മാറ്റി വയ്ക്കുന്നത്. എനിക്ക് എപ്പോൾ കയറണമെന്ന് തോന്നിയാലും ആ നിമിഷം ഞാൻ ലൈവ് വരും. നിങ്ങളായിട്ട് എപ്പോൾ സംസാരിക്കണം തോന്നുന്നോ അന്നേരം ഞാൻ ലൈവ് വരും. അപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് ഒന്ന് നമ്മൾ വിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ലൈവിനോട്. നമുക്ക് വീഡിയോസ് ഇട്ട് കയറണം, വീഡിയോസ് ഇട്ട് സബ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കിപ്പോൾ അത്യാവശ്യം ഷോർട്സിൽ ചില ദിവസം എനിക്ക് 100 സബ് കിട്ടുന്ന ദിവസമുണ്ട്, 100 സബ്സ്ക്രൈബ് നമ്മുടെ ആദ്യമോന് വരുന്ന ദിവസമുണ്ട് ഷോർട്സിൽ. അപ്പം നമ്മൾ ലൈവ് ഇടുമ്പം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഷോർട്സ് 4 എന്നുള്ളത് എനിക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. മോൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വീട്ടിൽ ദൂരം പണിയുണ്ടാവുമെന്ന്. അപ്പോൾ മോൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ പണിയെടുക്കണം, പിന്നെ ബാക്കി 2 മക്കൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. എല്ലാം കൂടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് നാളത്തേക്ക് ഞാൻ ഇന്ന് ലൈവിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നുള്ളൂ. മാസത്തിലൊന്ന് അല്ലെങ്കിൽ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടുകാരെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം എല്ലാവരും കാണാനായിട്ട് വരും. പിന്നെ ഇനി നമ്മുടെ ഒരു ലൈവ് ഉള്ളത് നമ്മുടെ വയനാട്ടിൽ വെച്ചിട്ടായിരിക്കും. നമ്മുടെ വയനാട്ടിൽ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഒരു ലൈവ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടേ വരുള്ളൂ. അതിലെല്ലാവരും കാണും, ഹസ്ബൻഡ് കാണും, നാത്തൂൻ കാണും, നമ്മുടെ മക്കൾ കാണും, എല്ലാവരും ഞങ്ങൾ കാണും കേട്ടോ. എല്ലാവരും കൂടിയിട്ടൊരു ലൈവായിരിക്കും. അപ്പം അതധികം താമസം ഉണ്ടാവില്ല, ഒരുപാട് താമസിക്കാതെ ഞങ്ങൾ വരും. നമ്മൾ ക്രിസ്മസിന് വീട്ടിൽ പോകുന്നുണ്ട്, വയനാട്ടിൽ പോകുന്നുണ്ട്, അന്നേരമായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, ഇത്രയൊക്കെ എല്ലാവരോടും ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ലൈവ് ഇല്ലാത്തതിൻ്റെ കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. സ്ട്രൈക്ക് കിട്ടിയിട്ടല്ല, ആരെയും പേടിച്ചിട്ട് ഞാൻ ഒതുങ്ങുമെന്ന് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം തല കുനിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അതാരും വിചാരിക്കരുത്. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ലൈവ് നിർത്തിയെന്ന് ചിന്തിക്കരുത്. അങ്ങനെ സന്തോഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഞാൻ നല്ലതിന് വേണ്ടിയിട്ടാണ് ലൈവ് നിർത്തിയിട്ടിരിക്കുന്നത്. എനിക്ക് 2-3 മണിക്കൂർ ലൈവിൻ്റെ പുറകെ പോകാൻ സമയമില്ല. കാരണം എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്, എൻ്റെ മക്കളാണ് വലുത്, എൻ്റെ ഹസ്ബൻഡാണ് വലുത്. എനിക്ക് അവരുടെ കാര്യം നോക്കിയേ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാനുള്ള സമയം എനിക്കില്ല. ഇത് നെഗറ്റീവ് ഓളികളോടാണ് കേട്ടോ പറയുന്നത്, നെഗറ്റീവ് ഓളികൾക്കുള്ളൊരു മറുപടിയാണ്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട, അത് അവർ കേട്ടോളൂ. അപ്പം അതെൻ്റെ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഈ വീഡിയോ വന്ന് എനിക്ക് കാണുമെന്നറിയാം നെഗറ്റീവുകാർ, അവരോടാണ് ഞാൻ പറഞ്ഞത്. സൗമ്യയുടെ കുടുംബമാണ് എപ്പോഴും വലുത്. അപ്പോൾ അതുകൊണ്ടാണ് അതവിടെ നിൽക്കട്ടെ. അപ്പം ഒന്നാമത്തെ കാര്യം വയ്യാത്തതുകൊണ്ടാണ് കൂട്ടുകാരെ ലൈവ് ഇടാത്തത്. നല്ല കംപ്ലൈൻ്റാണ്, തലവേദനയാണ്. തലവേദനയ്ക്ക് BP കുറവായിട്ട് ഒരു ദിവസം ആശുപത്രിയിലായിരുന്നു. പിന്നെ തലവേദനയായിട്ട് ഇന്നലെ മിനിയാന്നൊക്കെ പോയിട്ട് മരുന്ന് മേടിച്ചു. അപ്പോൾ തലവേദനയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, വേദനകളൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ഇരുന്നിട്ട് അടിച്ചു പൊളിക്കണം. മക്കളുടെ ചെറിയ പ്രായമല്ലേ, നമുക്ക് അവരുടെയൊക്കെ പ്രായത്തിൽ ഇപ്പോഴും അല്ലേ നമുക്ക് കളിക്കാനും ചിരിക്കാനും എല്ലാവരും പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ആരും പേടിച്ചിട്ടല്ല സൗമ്യ ലൈവ് നിർത്തിയേക്കുന്നത്. വീണ്ടും ഞാൻ ലൈവ് തുടങ്ങുന്നതായിരിക്കും. ഇപ്പോഴല്ല, മാസത്തിലൊന്നൊക്കെ വീതം തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആദ്യമോൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ, ആദ്യത്തെ എണീറ്റിട്ടില്ല കേട്ടോ. എണീറ്റ് കിടക്കുകയാണ്. ചേട്ടൻ്റെ കൂടെ ആദ്യമോ കിടക്കുവാണ്. അപ്പം ഇത്രയും കാര്യം എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.